നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പടിഞ്ഞാറേക്കരയിലെ ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് തൃപ്രയാർ തേവർ പള്ളിയോടത്തിൽ ശനിയാഴ്ച കിഴക്കേ നടക്കൽ പൂരത്തിനെത്തി. സ്ത്രീകൾ UDF-ൽ വിശ്വാസം അർപ്പിക്കുന്നുവെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ. NDA നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി CC മുകുന്ദന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്നേഹതീരത്തിൽ. നാട്ടിക ബീച്ച് ശ്രീ ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാ ദിനവും ക്ഷേത്ര മഹോത്സവവും ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. പടിഞ്ഞാറേക്കരയിലെ ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് തൃപ്രയാർ തേവർ പള്ളിയോടത്തിൽ ശനിയാഴ്ച കിഴക്കേ നടക്കൽ പൂരത്തിനെത്തി. വൈകിട്ട് നിയമവെടിക്ക് ശേഷം തേവർ പള്ളിയോടത്തിലാണ് പുഴ കടന്നത്. ചേങ്ങിലയിൽ കോലം വെടിപ്പിച്ച് മുന്നിൽ കൂത്തുവിളക്ക് വെച്ച് തൃക്കോൾ ചാന്തി ഓടം തുഴഞ്ഞു. കുടശാന്തി കോലം പിടിച്ചു. തേവർ കിഴക്കേക്കരയിലെത്തിയതിന്റെ വരവറിയിച്ച് ആകാശത്തിൽ വർണ്ണമഴയുടെ വിസ്മയം തീർത്തു. കിഴക്കേ നടയിൽ മണ്ഡപത്തിൽ എഴുന്നള്ളിയ തേവർ ആമലത്ത് തറവാട്ടുകാരുടെ ആദ്യ പറ സ്വീകരിച്ചു. കിഴക്കേക്കരയിൽ 3 ആനകളുടെ അകമ്പടിയോടും പഞ്ചവായത്തോടും കൂടി നാട്ടുകാർ തേവരെ സ്വീകരിച്ചു. മംഗലാംകുന്ന് ശരണയ്യപ്പൻ തേവരുടെ കോലം വഹിച്ചു. തേവരെ കിഴക്കേക്കരയിലേക്ക് സ്വീകരിക്കാൻ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും എത്തിയിരുന്നു. ചോറ്റാനിക്കര വിജയന്മാരുടെ നേതൃത്വത്തിലാണ് പഞ്ചവാദ്യം നടന്നത്. പടിഞ്ഞാറക്കരയിലെ ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് തൃപ്പയാർ തേവർ ശനിയാഴ്ച കിഴക്കേ നടക്കൽ പൂരത്തിനെത്തി. സ്ത്രീകൾ UDF-ൽ വിശ്വാസം അർപ്പിക്കുന്നുവെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ. കേരളത്തിലെ സ്ത്രീകൾ UDF-ന് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കാണുന്നതെന്നും UDF-ൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു. കാപ്പട്യവും കലാർപ്പവുമില്ലാത്ത സ്ത്രീപക്ഷ നിലപാടാണ് UDF പിന്തുടരുന്നത്. സ്ത്രീകൾക്കായി പുത്തൻ പദ്ധതികളും പരിപാടികളും UDF ആവിഷ്കരിക്കുകയാണ്. UDF അധികാരത്തിൽ വരുമെന്നും അപ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ കൂട്ടിച്ചേർത്തു. UDF നാട്യ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന് വനിതകൾ നടത്തിയ പെൺമ വനിതാ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിലാഗിരി, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകുമാർ, അമിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിൽ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീല ഹരിദാസ്, നീതു പ്രേംലാൽ, മൈജി തോമസ്, തങ്കമണി, റോഡ്ലി ജോയ്, ഷീമ ആന്റണി, റസിയ അന്തിക്കാട്, ശിവ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാർ ക്ഷേത്ര പരിസരത്ത് തുടങ്ങിയ റോഡ് ഷോ തൃപ്പയാർ ബസ് സ്റ്റാൻഡ് സമീപം അവസാനിച്ചു. 500-ൽ പരം വനിതകൾ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഒരു ജനാധിപത്യ വിശ്വാസികളായ നേതാക്കളെ ആദ്യമായാണ് കാണുന്നത്. അതുകൊണ്ട് അതിനുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൽ എന്ത് ലഭിച്ചു സ്ത്രീകൾക്ക്, എന്ത് ലഭിച്ചു യുവാക്കൾക്ക്, എന്ത് ലഭിച്ചു കുട്ടികൾക്ക്, എന്ത് ലഭിച്ചു ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, എന്ത് ലഭിച്ചു ആരോഗ്യ മേഖലയ്ക്ക്, എന്ത് ലഭിച്ചു ഒരു നാടിന്റെ നിയമനിർമ്മാണ സംവിധാനത്തിന്, എന്ത് സംഭവിച്ചു ആഭ്യന്തര വകുപ്പിന്റെ കൊള്ളരുതായ്മയ്ക്ക്? ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ സ്വാഭാവികമായും ഒരു മറുപടിയും പറയാനില്ലാതെ ജനാധിപത്യ വിരുദ്ധമായി കടക്ക് പുറത്ത് എന്നും വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നും പറയുന്ന മറുപടികളിലൂടെ സാധാരണക്കാരെ, ജനാധിപത്യ വിശ്വാസികളെ, നിഷ്പക്ഷരായ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നവരെ നിശബ്ദരാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വീട്ടിൽ പോയി ഇരിക്കുവാൻ തന്നെ 2026 ഏപ്രിൽ മാസം 9-ാം തീയതി ഈ കേരളത്തിന്റെ ജനത അവരോട് പറയുക തന്നെ ചെയ്യും.
പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു സത്യസന്ധമായ പരാതി കൊടുത്തതിന്റെ പേരിൽ ഒരു അഴിമതിക്കാരനെ പുറത്താക്കിയതിന്റെ പേരിൽ ആ പരാതി കൊടുത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജനപ്രതിനിധി കൂടിയായ AIVF എന്ന് പറയുന്ന യുവജന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് നിഷേധിക്കുന്നു എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് പറയുമ്പോൾ എന്നോട് പറഞ്ഞത് ഒന്നും ചെയ്യാനില്ല, ഞാൻ നിസ്സഹായനാണ് എന്നാണ്. അതായത് അഴിമതിക്ക് കൂട്ടുപിടിക്കുന്നവർക്കല്ലാതെ, അഴിമതിക്ക് കരം കൊടുക്കുന്നവർക്കല്ലാതെ, അഴിമതിയുടെ കൈ പിടിക്കുന്നവർക്ക് മാത്രമേ എന്റെ കരങ്ങളുടെ ശക്തമായ പിൻബലം ഉണ്ടാവുകയുള്ളൂ എന്ന് മുഖത്ത് നോക്കി പറയുവാൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ മണ്ണ്, ഈ നാട്ടികയുടെ മണ്ണ് പറയുന്നുണ്ട് CPIയുടെ അഴിമതിയുടെ ചരിത്രം എന്താണ് എന്ന്. കേരളം ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയോ പാർട്ടിക്കുള്ളിലെ അഴിമതി തർക്കവും പടലപ്പിണക്കങ്ങളും കാരണം രാഷ്ട്രീയ ഔന്നത്യമില്ലാതെ, രാഷ്ട്രീയ ബോധ്യമില്ലാതെ, രാഷ്ട്രീയം കേവലം ചൂതാട്ടമാണെന്നും ചതുരംഗമാണെന്നും മാത്രം ധരിച്ചുകൊണ്ട് CPIയുടെ ഭാഗമായി നിന്ന്, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് ഇന്നൊരു മറ്റൊരു കൂട്ടിലേക്ക് ചേക്കേറുമ്പോൾ ഇവിടെ ഒരു കാര്യം നടന്നു. എന്തായാലും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷം സീറ്റ് കൊടുത്ത് നന്നായി, ഇല്ലെങ്കിൽ BJPയുടെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് ആ സ്ഥാനാർത്ഥി ഇന്ന് ഇവിടെ കണ്ടേനെ. NDA നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി CC മുകുന്ദന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്നേഹതീരത്തെത്തി. കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്കിടയിൽ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്താൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായ CC മുകുന്ദൻ NDA MLA ആയി നാട്ടികയിൽ നിന്ന് നിയമസഭയിലെത്തിയാൽ നാട്ടികയിൽ വികസന കുതിപ്പാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വൈകിട്ട് സ്നേഹതീരത്ത് നടന്ന പൊതുയോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. BJP തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി ബിന്നി അറക്കൽ നന്ദിയും പറഞ്ഞു. മുൻ കേന്ദ്ര മന്ത്രി ഭഗത് കുബെ, MP, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സുധീഷ് മേനോത്തുപറമ്പിൽ, EP ഹരീഷ്, ഷൈൻ നെടിയിരിപ്പിൽ തുടങ്ങിയവർ ആശംസകൾ സംസാരിച്ചു. നവീൻ മേലെടുത്ത്, ജോഷി ബ്ലാങ്ങാട്ട്, ഷാജി ആലുങ്ങൽ, KR മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സത്യസന്ധമായ, അഴിമതി രഹിതമായ എന്ന് പറയാൻ ഇന്ന് ഈ മണ്ഡലത്തിൽ, മണലൂർ മണ്ഡലം അടക്കം ഞാൻ ഉന്നം വെച്ചുകൊണ്ട് പറയുകയാണ്. സത്യസന്ധതയ്ക്ക് ഒരു മുദ്ര, അത് ശ്രീ മുകുന്ദനാണ്. സുതാര്യതയ്ക്ക് മുദ്ര മുകുന്ദനാണ്. അഴിമതി രാഹിത്യത്തിന് നിങ്ങൾ പറയൂ മുദ്ര ആരാണെന്ന്. നിങ്ങൾ പറയണം. ആര്? മുകുന്ദേട്ടൻ. ആ മുകുന്ദൻ തുടരണം. എതിർകക്ഷികളെല്ലാം, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന തരത്തിൽ. നാട്ടിക ബീച്ച് ശ്രീ ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാ ദിനവും ക്ഷേത്ര മഹോത്സവവും ആഘോഷിച്ചു. ഉത്സവ ദിവസമായ ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, താലമെഴുന്നള്ളിപ്പ്, ശീവേലി, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ നടന്നു. വൈകിട്ട് 3 ആനകൾ അണിനിരുന്ന പകൽപുരത്തിൽ കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തൃപ്പയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരുന്ന ചെണ്ടമേളം അകമ്പടിയേകി. തുടർന്ന് വർണ്ണമഴ, തായമ്പക എന്നിവയും ഉണ്ടായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ AS പത്മപ്രഭ, EV ധർമ്മൻ, PK ഹരിഹരൻ, UB അച്ഛൻ എന്നിവർ നേതൃത്വം നൽകി. അതിരപ്പള്ളിയിൽ ബൈക്ക് മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയ കേസിലെ പ്രതികൾ പിടിയിൽ. മലപ്പുറം പാണ്ടിക്കാട് മൂരിപ്പാടം സ്വദേശി കുന്നുമേൽ വീട്ടിൽ നൌഷാദ്, വെളുവങ്ങാട് വില്ലേജ് വാളാനി സ്വദേശി ഉടുമിലാശ്ശേരി മുഹമ്മദ് അൻഷിഫ് എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം പാണ്ടിക്കാട് നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ മാർച്ച് 21 പുലർച്ചെയാണ് മോഷണം നടന്നത്. എറണാകുളം കറുകുറ്റി സ്വദേശി മാളിയേക്കൽ വീട്ടിൽ ഡേവിസിന്റെ ഉടമസ്ഥതയിലുള്ള 30,000 രൂപ വില വരുന്ന യൂണിക്കോൺ മോട്ടോർ സൈക്കിളാണ് കണ്ണങ്കുഴിയിലുള്ള റിസോർട്ട് പരിസരത്ത് നിന്നും പ്രതികൾ മോഷ്ടിച്ചത്. അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 19 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എറണാകുളം മലയാറ്റൂർ വില്ലേജ് സെബിയൂർ ദേശം വട്ടപ്പറമ്പിൽ വീട്ടിൽ സനുവിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവീജ സേതുമോഹൻ ശിക്ഷിച്ചത്. പിഴത്തുക അടച്ചില്ലെങ്കിൽ 7 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആയിരുന്ന TN ഉണ്ണികൃഷ്ണനാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. DSI പോളും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കേസിൽ
പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 17 സാക്ഷികളെയും 27 രേഖകളെയും ഹാജരാക്കിയിരുന്നു. പ്രതിഭാഗത്തുനിന്ന് ഒരു സാക്ഷിയെയും വിസ്തരിച്ചു. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷാവധി. പിഴസംഖ്യ ഈടാക്കിയാൽ അത് അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകാനും അതുകൂടാതെ മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ഡീൽ BJPയും കോൺഗ്രസും തമ്മിലാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കയ്പമംഗലം നിയോജക മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ വികസന രേഖയുടെയും പ്രകടന പത്രികയുടെയും പ്രകാശനം ശ്രീനാരായണപുരം തേവർ പ്ലാസയിൽ വെച്ച് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിയുടെ രക്തമുരണ്ട ആളുകളുടെ കൂടെയാണ് കോൺഗ്രസ് കൈപ്പത്തി ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നവരുടെ വോട്ടുകളും മഹാത്മാഗാന്ധിയുടെ രക്തം പുരണ്ടവരുടെയും ജനാധിപത്യ അവകാശങ്ങൾ ലംഘിക്കുന്നവരുടെയും വോട്ടുകൾ ഇടതുപക്ഷത്തിന് വേണ്ട. ഡീൽ കഥകൾ സൃഷ്ടിക്കുന്നത് കോൺഗ്രസിന്റെയും BJPയുടെയും മുഖ്യ എതിരാളിയായ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാണ്. കേരളം ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കും. ഇടതുപക്ഷം 3ാം ഊഴവും ഭരണത്തിലേറും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK വത്സരാജ്, LDF നേതാക്കളായ KP രാജേന്ദ്രൻ, KG ശിവാനന്ദൻ, K ശ്രീകുമാർ, മുഹമ്മദ് ചാമക്കാല, TK സുധീഷ്, TP രഘുനാഥ്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, TK രമേശ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. അതിന്റെ എല്ലാ പാരമ്പര്യത്തിന്റെയും പിന്തുണച്ചുകൊണ്ട് ഇത്തവണയും LDF സ്ഥാനാർത്ഥി പൃഥ്വിരാജിനെ വിജയിപ്പിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയെ കൊന്ന കളങ്കത്തിന്റെ കടമയാത്ത ആ പാർട്ടിയുമായിട്ടാണ് കോൺഗ്രസ് കൈപ്പത്തി ഇപ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് യാദൃച്ഛികമാണ്. ഈ കള്ളത്തരം നെറികെട്ട കള്ളത്തരം മോദിയിലേക്ക് വേണ്ടിയാണ് അവർ ഡീൽ എന്നെപ്പോഴും പറയുന്നത്. എല്ലാ കേരളീയർക്കും അറിയാം, വാസ്തവത്തിൽ ഡീലുള്ളത് കോൺഗ്രസും BJPയും തമ്മിലാണ്. പണ്ട് വടകരയിൽ എപ്പോഴും ആരംഭിച്ചത്, പിന്നെ ഇന്നോടെ തുടങ്ങുന്നത് ആ ഡീലാണ്. ആ ഡീലിൽ ജാഗ്രത മുറിയിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം എപ്പോഴും പറയുന്നത് ഇടതുപക്ഷവും BJPയും തമ്മിൽ ഡീലുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, കാക്ക പറന്ന് പറന്നാലേ എഴുതുന്നുണ്ടാകും. സൂര്യൻ കിഴക്ക് ഉദിക്കാതെ പടിഞ്ഞാറ് പോയി ഉദിക്കാൻ തീരുമാനിച്ചാൽ ഇടതുപക്ഷവും BJPയും ഡീലുണ്ടാകും. ഉറക്കതാൻ പറയുന്നു, നമുക്ക് RSS നയിക്കുന്ന BJPയുമായി ഒരു ബന്ധവും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, മഹാത്മാഗാന്ധിയെ കൊന്ന ഖാദർഖാനുടെ ചോര വരേണ്ട RSSന്റെ വോട്ട് ആവശ്യമില്ല. നിങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന RSSന്റെ വോട്ട് വേണ്ട. നിങ്ങൾക്ക് ഇന്ത്യയുടെ എല്ലാ നന്മകളുടെയും ഭാഗത്ത് നിൽക്കുന്ന എല്ലാ മനുഷ്യരുടെയും വോട്ടുകൾ വേണം. ആ വോട്ട് മതി. ചന്ദ്രാപിന്നി കണ്ണമ്പള്ളിപ്പുറം പെരുമ്പടപ്പ് ഈസ്റ്റ് UP സ്കൂളിൽ വാർഷിക ആഘോഷവും വിരമിക്കുന്ന അധ്യാപിക SG ബിന്ദുവിന് യാത്രയയപ്പും നൽകി. ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പത്മജ അജയൻ അധ്യക്ഷയായി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ് പ്രതിഭകളെ ആദരിച്ചു. SRG കൺവീനർ AS സവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ AK ഗോപാലകൃഷ്ണൻ, ഡോക്ടർ KC പ്രകാശൻ, ഡോക്ടർ KS സുഗതൻ IAS എന്നിവർ കുട്ടികൾക്കുള്ള എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു. മാനേജ്മെന്റ് പ്രതിനിധികളായ PV സുധീകുമാർ, മോഹനൻ കണ്ണമ്പുള്ളി, പ്രധാന അധ്യാപിക CP സവിത, MPTA പ്രസിഡന്റ് പ്രിൻസി ബിജു, SNGS സമാജം സെക്രട്ടറി TN അജയകുമാർ, വായനശാല പ്രസിഡന്റ് പ്രതാപൻ മേനോത്ത്, സ്കൂൾ ലീഡർ PJ അനൈ ജോഷ്, സീനിയർ അധ്യാപിക MA റീജ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂൾ റേഡിയോയുടെ ഉദ്ഘാടനവും എഡ്യൂഫെസ്റ്റും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരിൽ ഒരുപാട് കഴിവുകളുണ്ട്, പ്രതിഭാധനരായിട്ടുള്ള പിള്ളേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഏറ്റവും അവരുടെ
എന്താ പറയുക, അവരെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ അധ്യാപകരുടെയൊക്കെ പ്രയത്നം കൊണ്ട് തന്നെയാണ് അവർ വളർന്നു വരുന്നതൊക്കെ. ഞാനും എന്താ പറയുക, എൻ്റേതായ ചെറിയ ഈ ഒരു കുട്ടികൾ പ്രായത്തിൽ തന്നെ വരച്ചും അതുപോലെ തന്നെ ക്ലേ മോഡലിംഗ് ഒക്കെ നടത്തിയിട്ട് തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ക്ലേ മോഡൽ ഏഷ്യാഡ് അപ്പു അന്ന് വലിയ ഒരു സംഭവമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഏഷ്യാഡ് അപ്പു ആയിരുന്നു അന്നൊരു ഭാഗ്യചിഹ്നം. അന്ന് ഏഷ്യാഡ് അപ്പുവിൻ്റെ ഒരു ശില്പമാണ് ഞാൻ ഒരു ക്ലേ മോഡലിങ്ങിന് മത്സരത്തിന് പോയപ്പോൾ സ്കൂളിൽ ചെയ്തപ്പോൾ അത് എനിക്ക് 1ാം സ്ഥാനം കിട്ടി. ആ 1ാം സ്ഥാനം ഒരു പെൻസിലായിരുന്നു. ആ പെൻസിലാണ് എൻ്റെ ജീവിതത്തിലൊരു എന്താ പറയുക ഒരു പ്രചോദനം എന്ന് പറയുന്നത്. നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പ്രചോദനം കിട്ടിയത് അന്നത്തെ ഒരു പെൻസിലായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മളുടെ യാത്രയിൽ നമ്മളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ പാഷൻ, നമുക്ക് അറിവ് മാത്രമല്ല തിരിച്ചറിവ് ഉണ്ടാകണം, വർക്ക് ചെയ്യുക മാത്രമല്ല ഹാർഡ് വർക്കും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു വിജയം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഒരുപാട് കഴിവുകളുള്ള കലാപരമായിട്ടുള്ള കഴിവുകളും സ്പോർട്സ് പരമായിട്ടുള്ള കഴിവുകളും അതുപോലെ തന്നെ മറ്റ് കഴിവുകളെല്ലാം ഉള്ള ആ കുട്ടികളൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ വാഗ്ദാനങ്ങളായിട്ട് നാളെ വളരും. അതിനുള്ളൊരു സപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് നൽകേണ്ടത്. നിങ്ങൾക്കറിയാം, ഞാനൊരു 100 മീഡിയങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 98 മീഡിയങ്ങൾ ചെയ്തു കഴിഞ്ഞു. 100 എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് കിടക്കാൻ 2 മീഡിയം കൂടി ഞാൻ ചെയ്താൽ മതി. പക്ഷെ ഇതൊരു റെക്കോർഡിന് വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മൾ ഒരു പരിശ്രമമാണ്, ഒരു കലാകാരൻ്റെ ആഗ്രഹമാണ്. ലോകത്ത് ആരെങ്കിലും ഇത്രയും മീഡിയങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ പരിശ്രമിക്കുകയാണ്. നമ്മൾ പരിശ്രമിച്ചാൽ നേടാത്തതായിട്ട് ഒന്നുമില്ല. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്ത 98ാമത്തെ വർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഐസും കട്ടയിൽ പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. ഐസും കട്ടയിൽ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല എന്ന് തമാശയ്ക്ക് പറയുന്നൊരു വാചകമാണ്, ഐസും കട്ടയിൽ പെയിൻ്റ് അടിക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ അതും സാധിച്ചെടുത്തു എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ജീവിതത്തിൽ. അരിമ്പൂർ പഞ്ചായത്തിലെ വിളക്കുമാടം കോൾപ്പാട ശേഖര ബണ്ടുകളിലെ തെങ്ങുകളിൽ നിന്ന് കള്ളും കരിക്കുകളും മോഷ്ടിക്കുന്നത് പതിവായി. പുള്ള് പാലത്തിനോട് ചേർന്ന് കോൾപ്പടവ് കമ്മിറ്റി വളർത്തിയ തെങ്ങുകളിൽ നിന്നാണ് മോഷണം നടക്കുന്നത്. ആളൊഴിഞ്ഞ കോൾബണ്ടായതിനാൽ പകലും രാത്രിയും എന്ന വ്യത്യാസമില്ലാതെ കള്ള് മോഷണം വ്യാപകമെന്ന് തൊഴിലാളികൾ പറയുന്നു. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അസഭ്യം പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതായും തൊഴിലാളികൾ പറഞ്ഞു. ഇപ്പോൾ 170 രൂപ കൊടുത്തൊരു മാറ്റം മേടിച്ച് വന്നാൽ പിറ്റേ ദിവസം കച്ചവടക്കുക ബണ്ടുമേ കുറച്ച് സമൂഹദ്രോഹികൾ. അത് ചോദ്യം ചെയ്യാനായ അവർ മെക്കിട്ട് കയറാൻ വരിക, അങ്ങനെയുള്ള കുറച്ച് സ്വഭാവങ്ങൾ. അത് പകൽ പോലും കള്ളെടുത്തുകൊണ്ട് പോകാൻ അത് എടുത്തുകൊണ്ട് പോയിക്കോട്ടെ, മാട്ടം ഇങ്ങനത്തെ ഈ കുടം തെങ്ങും വിട്ട് പോകണമെങ്കിൽ ഒരു ഭാരമായി. ഇതിപ്പോൾ കള്ള് വെച്ച് വീണ് ചിലപ്പോൾ തെങ്ങുകൾക്കും ബാധിക്കാം. ഇപ്പോൾ വെള്ളം കൊണ്ടൊഴിക്കും, അതിന് കൂടാതെ മരുന്ന് കൊണ്ടൊഴിക്കലും തെങ്ങിനെ സംരക്ഷിച്ച് നിർത്തണം, അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഇതും കഴിയും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും വിഷമങ്ങളാണ്. തെങ്ങിൻ്റെ മട്ട വരെ അഴിച്ചു കൊണ്ടുപോയാലും അവർ വന്ന് കയറുക. അത്രയും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഇതാണ്. ഈ പണി വരെ വേണ്ടാന്നൊക്കെ തോന്നി തുടങ്ങി, അത്രയ്ക്കും വിഷമമായി. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പര്യടനം നടത്തി. കാട്ടൂർ ഇല്ലിക്കാട് പരിസരത്ത് നിന്ന് ആരംഭിച്ച പര്യടനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാച്ചറ്റ് ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV വിൽസൺ അധ്യക്ഷനായിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ, DCC സെക്രട്ടറിമാരായ KK ശോധനൻ, ആൻഡോ പെരുമ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KSTA യാത്രയയപ്പ് നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് KM ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് VM റിയാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PC സിംല, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജിത, PM മോഹൻരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഭൂമിയിലെ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം തിങ്കളാഴ്ച ആഘോഷിക്കും. 24 ക്ഷേത്രങ്ങളാണ് പൂരത്തിൽ പങ്കാളികളാകുക. നാളെ വൈകിട്ട് 6 മണിക്ക് ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവ് 15 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളും. അർദ്ധരാത്രി മന്താരക്കടവിൽ ആറാട്ട് നടക്കും. പിഷാരിക്കൽ ഭഗവതിയുടെ ആറാട്ടാണ് ആദ്യം. തുടർന്ന് മറ്റു ദേവിമാരുടെ ആറാട്ടാണ്. ചൊവ്വാഴ്ച പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള തറക്കൽ പൂരം ഇന്ന് ആഘോഷിക്കും. പൂരത്തോടനുബന്ധിച്ചുള്ള പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ ചക്കംകുളങ്ങര ശാസ്താവിന്റെ തിടമ്പേറ്റിയ തിരുവമ്പാടി ദേവസ്ഥത്തിന്റെ അർച്ചനം ഒന്നാമതെത്തി.
കൊല്ലൂരിൽ കാൽനട യാത്രികരെ ദുരിതത്തിലാക്കി മലിനജലം റോഡിലേക്ക് ഒഴുകുന്നു. നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ കെട്ടിടത്തിലെ മലിനജലം ഒഴുകിപ്പോകുന്ന പൈപ്പ് പൊട്ടിയാണ് വെള്ളം റോഡിലേക്ക് ഒഴുകുന്നത്. രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത്. സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്കും മലിനജലം ഒഴുകിയെത്തി. പരാതി കൊടുത്തിട്ടും കോർപ്പറേഷൻ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. 15ഓളം സ്ഥാപനങ്ങളാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. മലിനജലം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് കോർപ്പറേഷൻ ജീവനക്കാർ ബ്ലീച്ചിംഗ് പൗഡർ വിതറുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. നഗരമധ്യത്തിൽ വാതക ചോർച്ചയെ തുടർന്ന് തീപിടുത്തം. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി തൃശൂർ നഗരം കനത്ത സുരക്ഷാ വലയത്തിലിരിക്കെ KSRTC പെട്രോൾ പമ്പിനു സമീപം വാതക ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തം പരിഭ്രാന്തി പരത്തി. ശനിയാഴ്ച രാത്രി 11:30യോടെ പമ്പിനു സമീപം വാതക ചോർച്ചയുള്ളതറിയാതെ തമിഴ്നാട് സ്വദേശി സിഗരറ്റ് കത്തിക്കാൻ ശ്രമിച്ചതോടെ തീ ആളിപ്പടരുകയായിരുന്നു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനയുടെ 2 യൂണിറ്റുകൾ തീ അണയ്ക്കുകയും വാതക ചോർച്ച നിർവീര്യമാക്കുകയും ചെയ്തതോടെ അപകടം ഒഴിവായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന വിശുദ്ധ വാരാചരണത്തിന് ഒരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ഓശാന ഞായർ ആചരണത്തോടെ വിശ്വാസികൾ വിശുദ്ധ വാരാചരണത്തിലേക്ക് പ്രവേശിച്ചു. യേശു ക്രിസ്തു കഴുതപ്പുറത്ത് കയറി ജെറുസലേം ദേവാലയത്തിലേക്ക് രാജകീയമായി സ്മരണ പുതുക്കിയതിന്റെ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. കുരുത്തോലകളുമേന്തി വിശ്വാസികൾ പ്രദക്ഷിണത്തിലും തിരുകർമ്മങ്ങളിലും പങ്കെടുത്തു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ആൻഡ്രോസ് താഴത്തും, തൃശൂർ പുത്തൻപള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോളി കണ്ണൂക്കാടനും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ ആൻഡ്രോസ് പുത്തൻവീട്ടിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വ്യാഴാഴ്ച ക്രൈസ്തവ വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പടിഞ്ഞാറേക്കരയിലെ ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് പ്രിയാർ തേവർ പള്ളിയോടത്തിൽ ശനിയാഴ്ച കിഴക്കേ നടക്കൽ പൂരത്തിനെത്തി. സ്ത്രീകൾ UDFിൽ വിശ്വാസം അർപ്പിക്കുന്നുവെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ. NDA നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി CC മുകുന്ദന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്നേഹതീരത്തിൽ. നാട്ടിക ബീച്ച് ശ്രീ ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാ ദിനവും ക്ഷേത്ര മഹോത്സവവും ആഘോഷിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.